ഒരു ബ്ലാക്ക് പെന്നും ഇതുപോലെ പേപ്പറും യൂസ് ചെയ്തിട്ട് സിമ്പിളായിട്ട് കുറച്ച് ജേർണൽ സപ്ലൈ ഉണ്ടാക്കിയാലോ. ഒരു ജേർണൽ ഐറ്റം ആദ്യം ഇതുപോലെ പെൻസിലുകൊണ്ട് റഫായിട്ടൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് പെൻ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ബോർഡേഴ്സൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുക. എല്ലാം നമുക്കൊന്ന് ബ്ലാക്ക് കളറിൽ പെന്നുകൊണ്ട് ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പരിപാടി തുടങ്ങിയാലോ. നമുക്കിഷ്ടമുള്ള ഫോണ്ടിൽ കുറച്ച് ലെറ്റേഴ്സും ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്കിഷ്ടമുള്ള ലെറ്റേഴ്സ് അറിയുന്ന എന്തെങ്കിലുമൊക്കെ മെൻഷൻ ചെയ്യുക. അതിൽ പെർട്ടിക്കുലറായിട്ട് ഇത് വേണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഒന്ന് മിക്സായിട്ട് കാലിഗ്രഫി ചെയ്യുന്ന പോലെ ലൈറ്റായിട്ടൊന്ന് മിക്സായിട്ട് എഴുതി കൊടുക്കുക. ഇത് നമുക്ക് ഡേറ്റ്സും ഒരു സ്റ്റാമ്പിൻ്റെ സ്ട്രക്ചർ അതിൽ കുഞ്ഞ് പിക്ചേഴ്സൊക്കെ വരച്ച് കൊടുക്കുക. ഒരു ഹാഫ് പോർഷൻ കട്ട് ചെയ്ത് ലാബൽസ് അങ്ങനെ നമ്മളിത് ആവശ്യമുള്ളത് ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ സ്ലോ മൂലം കാണിച്ചു തരാം എങ്ങനെ എഴുതുന്നതെന്നുള്ളത്. സംഭവം ബേസിക്കായിട്ട് അതിൽ എന്തായാലും ലെറ്റേഴ്സ് അങ്ങനെയൊന്നുമില്ല. നമുക്ക് തോന്നുന്ന സംഭവം കൊണ്ട് ഇതുപോലെ എഴുതി കൊടുക്കാം. ഒരു സ്റ്റാമ്പിൻ്റെ ഒരു ഫീച്ചറൊക്കെ തോന്നുന്നില്ലേ, ഇതുപോലെ റൗണ്ട്സിലും ഇതുപോലെ ഒന്ന് എഴുതിയിട്ടുണ്ട്. മെയിലിൽ നിന്ന് കുറച്ച് പിക്ചേഴ്സ് വരച്ച് കൊടുത്തിട്ട് മെയിലിൽ നിന്നും കുറച്ച് സ്റ്റാർസും ഒക്കെ ഇട്ട് കൊടുത്ത് ബോർഡർ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുക. കുറച്ച് ലൈൻസൊക്കെ ഇട്ട് കൊടുക്കുക. നമ്മൾ ലെറ്റേഴ്സൊക്കെ അയക്കുമ്പോൾ സ്റ്റാമ്പ് സീൽ ചെയ്യില്ലേ, ആക്ച്വലി അതുപോലത്തെ ഒരു ഓൾമോസ്റ്റ് സെയിം സംഭവം. ഇതുപോലൊക്കെ ഒന്ന് നമ്മുടെ ഐഡിയക്ക് ഒന്ന് വരച്ച് കൊടുക്കുക. നല്ല പിക്ചേഴ്സ് വേണമെങ്കിൽ പിൻട്രസ്റ്റിലുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് നോക്കണമെങ്കിൽ ഞാൻ നമ്മളെല്ലാം വരച്ചെടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു സ്റ്റാമ്പ് സെറ്റായില്ലേ. പിന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.